മറ്റന്നാൾ ചിങ്ങം 1 നാളെ അത്ത 1. നാളെ തൊട്ടാണ് നമ്മൾ അത്തപ്പൂ ഇടാൻ തുടങ്ങുന്നത്. 10 ദിവസം നമ്മൾ അത്തപ്പൂ ഇടണമെന്നാണ് കരുതുന്നതല്ല, അത്തപ്പൂ ഇടണം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇവിടെ വീടെല്ലാം വൃത്തിയാക്കണം. ഓൾറെഡി ഓണമാണല്ലോ, അപ്പോൾ വീട് ഫുള്ള് വൃത്തിയാക്കണമല്ലോ. അമ്മ ഇന്ന് അടുക്കളയൊക്കെ വൃത്തിയാക്കി. പിന്നെ നമ്മളിവിടെ ജോലിക്കാരനെ ഉണ്ട് ഇവിടെ വീട് ഫുള്ളൊന്ന് ജസ്റ്റ് വൃത്തിയാക്കാം. പക്ഷെ ആ പുള്ളി ഇന്ന് വന്നില്ല. അപ്പോൾ അമ്മ ഇന്ന് കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്ത് ഇത്തിരി ഞാൻ സഹായിച്ച്. പിന്നെ ഇനി ഫ്രണ്ടില് ഇവിടെ കാർപോർച്ച് എല്ലാം കഴുകണമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ നമ്മുടെ റോഡ് അളിച്ചും പുളിച്ചമായി കിടക്കുന്നുണ്ട്. നമ്മൾ വെള്ളം കയറി അളച്ചും പുളിച്ചമായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് കട്ടയൊക്കെ ഇട്ട് ജസ്റ്റ് നികത്താന്ന് വിചാരിക്കുന്നു. ഓണമല്ലേ, വൃത്തിയാക്കി സെറ്റ് ആക്കണം. പിന്നെ നമുക്ക് വാതിലാണ് മെയിനായിട്ട് കഴിയേണ്ടത്. ഞാനാണ് കഴുകുന്നത്. അനുജനെ ഹെൽപ്പ് ചെയ്യും വീഡിയോ എടുത്ത് മാത്രം. അപ്പോൾ ഞാൻ പോയി ഇതെല്ലാം വൃത്തിയാക്കണം. നാളെയാണ് അത്തപ്പൂ ഇടേണ്ടത്. പിന്നെ പൂ പോയി വാങ്ങിക്കണം. പിന്നെ ആണെങ്കിൽ ഇപ്രാവശ്യം ഓണം ഭയങ്കര അടിപൊളിയായിട്ട് നടത്തണമെന്നാണ് എന്റെയും നന്ദുവിന്റെയും അമ്മയുടെയും ഒക്കെ. എല്ലാരും വരുമെന്നാണ് ഈ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. എല്ലാവരുടെയും ഓണം അടിപൊളിയായിട്ട് നടക്കട്ടെ. അതെ, അടിപൊളിയായിട്ട് എല്ലാവരുടെയും ഓണം അടിപൊളിയായിട്ട് നടക്കട്ടെ. പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ വല്യമ്മയും വല്യച്ഛനും ട്യൂസ്ഡേ വരും രാവിലെ. അപ്പൊ പിന്നെ വല്യമ്മയും വല്യച്ഛനും കൂടെ വന്നാൽ പിന്നെ ഫുൾ കളറാണല്ലോ ഓണം. പിന്നെ രസമാണ്. കഴിഞ്ഞ പ്രാവശ്യം വല്യമ്മയും വല്യച്ഛനും ഇല്ലായിരുന്നു ഓണത്തിന്. അതുകൊണ്ട് ഈ പ്രാവശ്യം വല്യമ്മയും വല്യച്ഛനും ഉള്ളതുകൊണ്ട് കുറച്ച് പിന്നെ മാമനും മാമി വാച്ചിക്കുഞ്ഞ് ദേവുട്ടൻ ഷോനാമ്മ എല്ലാരും വരും. എറണാകുളത്ത് ഈ പ്രാവശ്യം ഇവിടെ വെച്ച ഓണം എന്നൊക്കെയാ പറയുന്നത്. പിന്നെ ആണെങ്കിൽ അമ്മൂമ്മ ശ്യാമളമ്മ ഇപ്പൊ ആറാട്ടൂർ അമ്മ വീട്ടിൽ തന്നെയാണ്. ഇനി ഓണൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരത്തുള്ളായിരിക്കും. പിന്നെന്തുവാ എല്ലാരും വരുമ്പോ ഒരു ഇതല്ലേ, എല്ലാരും വരുമ്പോൾ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. പിന്നെ ശ്രീജാന്റി വരും, അജിമാമ വരും, എല്ലാരും വരും. പിന്നെ ചേച്ചിയൊക്കെ ഗൾഫിലാണ്, അതുകൊണ്ട് ചേച്ചി ഒന്നും വരത്തില്ല. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം കളറാക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഇത്. അപ്പൊ ഇവിടെ ക്ലീനിങ് ഒക്കെ തുടങ്ങി. ഇനി ഓരോ സൈഡിൽ ക്ലീൻ ചെയ്ത് വരുവാണ്. പക്ഷെ നമുക്ക് പൂ മേടിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ അത്തത്തിന്റെ അടുത്ത് നോർമലായിട്ടേ നമ്മുടെ വീട്ടിലുള്ള സാധനമൊക്കെ വെച്ച് ചെയ്യുമ്പോഴല്ലേ അടിപൊളി. അങ്ങനെ ആഗ്രഹം ഉണ്ട്. പക്ഷെ ഇവിടെ പൂവൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം പച്ചപ്പ് നിറയ്ക്കാനാണ് ഞങ്ങൾ നോക്കിയത്. കുറെ ഇലകളുള്ള ചെടികളാണ് ഇവിടെ മൊത്തം മാമന്റെ അടുത്ത് കൊണ്ടുവന്നതും വാങ്ങിച്ചതും അതും ഒക്കെ. അപ്പൊ പിന്നെ പൂ ഒട്ടും ഇല്ല. അപ്പൊ പിന്നെ ജസ്റ്റ് ഒരു 2-3 പൂ വാങ്ങിച്ച് അത്തപ്പൂടാന്ന് വിചാരിച്ചു. നാളെ 1 ഫസ്റ്റ് ഡേ അല്ലേ. പിന്നെ പൂങ്കള വാങ്ങിക്കാൻ കരുതി. അപ്പൊ എങ്ങനെ തുടങ്ങിയാലോ അംഗം? ഗൈസ്, അമ്മയ്ക്ക് ഇങ്ങനെ നമുക്ക് ഈ ഓണം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലും ഒക്കെ ഒരു ചേഞ്ചസ് അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മ ഇങ്ങനെ എന്തെങ്കിലും ഓണം മെമ്മറീസ് വല്ലതും ഉണ്ടോ? പഴയതല്ലോ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആണല്ലേ. ഗൈസ്, അനു ഫുള്ള് വൃത്തിയാക്കൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാരും പറയുന്നത് എന്റെ ഗൈസ് കുറച്ച് കുറയ്ക്കണം, അപ്പോൾ കുറച്ച് കുറയ്ക്കണം എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം ഗൈസ്. തൂത്തിട്ട് കഴിയാനാണോടി? ഇവിടെ കഴിയുന്നില്ല. ഞങ്ങളുടെ മിക്കുവിന്റെ ആദ്യത്തെ ഓണമാണ് ഗൈസ്. ഞങ്ങൾ മുടി വെട്ടി തരട്ടെ, വാൽ വെട്ടി തരട്ടെ. അതിന്റെ പുതിയ ഓണമായിട്ട് ഇവൻ വന്ന് കളിക്കുന്നത്. ഞാൻ ഇന്നലെ അവിടെ വെച്ച് കളിക്കാൻ പോയി എന്റെ കാലുടുക്കി. പിന്നെ കൊച്ചെറുക്കാൻ കാരണം രാവിലെ പോവാൻ നേരം ആണെങ്കിലും വന്നോളും. രാവിലെ എല്ലാം സീന. രാവിലെ ഞാൻ വരുമ്പോഴും കാരണം അങ്ങൂന്ന് വരുമ്പോഴേ വരും. ഇവിടെ കുറച്ച് പുല്ല് കളിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ കരുതി കട്ട് ചെയ്ത് കൊടുക്കാതെ ഇത് ലെവലാക്കി കൊടുക്കണം. ഇല്ലേ ഇത് കാട് പോലെ പാടാറ്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് കേറി. നമ്മൾ ഇവിടെ മാത്രമേ പുല്ല് വളർത്തുന്നുള്ളൂ. ഇത് ഇങ്ങോട്ട് കയറിയപ്പോ ഞാൻ ഇത് കട്ട് ചെയ്ത് കളയാം. ഇതാണ് കട്ട് ചെയ്യുന്ന സാധനം. ഇത് അച്ഛൻ കൊണ്ടുവന്നേ. നമുക്ക് ലെവൽ ചെയ്തൊക്കെ കൊടുക്കണം. ഇതുണ്ടോ, ഇതെന്തോ മുക്കുറ്റിയല്ലേ? അറിയത്തില്ല, മുക്കുറ്റിയാണോ ചോദിച്ചു നോക്കിയോ. അപ്പം മുക്കുറ്റി എല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം ഗൈസ്. നമ്മുടെ ഇവിടുത്തെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇനി ഇവിടുത്തെ എല്ലാം തൂത്ത് വൃത്തിയാക്കണം. അതാണ് നമ്മുടെ അടുത്തതാ. ഞാനാണ് ഈ വണ്ടി ഇവിടെ കൊണ്ടുവച്ച, അറിയാവോ? ചോദിച്ചു നോക്ക്. നമ്മുടെ ഗേറ്റിന്റെ കളർ മാറ്റണം ഗൈസ്. ബ്ലാക്ക് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മൾ ഗ്രേ ആക്കും. നാളെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എന്താണെങ്കിലും ഇതാണ് നമ്മുടെ കറന്റ്ലി നമ്മുടെ റോഡിന്റെ അവസ്ഥ. നോക്കി കാണിച്ചു.
ഇതാണ് ഭയങ്കര വൃത്തികേട്. നമ്മള് വണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് രാവിലെ വന്നപ്പോഴത്തേനും വണ്ടി സ്ലിപ്പായിട്ട് വണ്ടി മതിലേ പോണ്ടേ. അതാണ് വണ്ടി സ്ലിപ്പാവും. അന്നേരം പിന്നെ ഇവിടെ ഫുള്ള് ചെളിയാണ്ട് ആരും വരുമ്പോ എല്ലാരും സ്ലിപ്പാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ എന്തായാലും സ്ലിപ്പായി. അന്ന് പായസം വാങ്ങിക്കാൻ പോയിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ സ്ലിപ്പായി. അപ്പം ഇത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു. പക്ഷെ ഇത് ഒരു പ്രശ്നമില്ലായിരുന്നു, പെട്ടെന്ന് വന്നിട്ടങ്ങ് കൊള്ളാതെ. അതെന്താന്ന് വെച്ചാൽ മഴ പെയ്തില്ലേ, മഴ പെയ്തപ്പോ ഗ്രാവല ഇവിടെ ഇട്ടേക്കുന്നേ. ഇവിടെ വൃത്തിയാക്കിന്റെ ബാക്കി ഗ്രാവൽ നമ്മൾ ഇവിടെ ഇട്ടു, അപ്പൊ കുറച്ച് പൊങ്ങാൻ വേണ്ടി. അപ്പൊ ഇട്ടപ്പം കുറെ വെള്ളം ആയപ്പം ആ ഗ്രാവലായോണ്ട് നനഞ്ഞ് ഇതാവത്തില്ലേ, അങ്ങനെ ആയതാ ഇത്. പിന്നെ കുറെ വണ്ടിയൊക്കെ പോകുന്നോണ്ട്, കാറും അതും ഇതൊക്കെ പോകുന്നോണ്ട് ഇങ്ങനെ ചല്ലായി കുഴിഞ്ഞു പോയി. നോക്ക് കാണിച്ചു തരാം. അത് റെഡിയാക്കണം നമുക്ക്. കുഴിയായി മൊത്തം. അപ്പൊ നമുക്കിനി ഇത് ചെയ്യാം ഗായ്സ്. ഞാൻ വെള്ളം ഓണാക്കിയതാണെന്ന് പറയുന്നുണ്ട് ഗായ്സ്. നമ്മളിവിടെ കാർപോർട്സ് ആണ് കഴുകുന്നത്. നമ്മൾ ആദ്യം ഇവിടുത്തെ മണ്ണെല്ലാം ഇങ്ങനെ ആക്കി കളയണം. എന്നിട്ട് വേണം ഇവിടെ ഫുള്ള് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് റോഡൂടെ ചെയ്യാൻ. നാളെ അത്തായതുകൊണ്ട് പിന്നെ മൊത്തം വൃത്തിയാക്കണമല്ലോ. അപ്പൊ അതാണ് ഇപ്പം ഈ വ്ളോഗ് കാണുന്ന എല്ലാരും പറയുന്നത് എന്താ പറയുക, ഓ വ്ളോഗ് എടുക്കാൻ വേണ്ടി മാത്രമാണെന്ന്. ഞാൻ എന്ത് പണിയെടുത്താലും എന്ത് ചെയ്താലും എല്ലാരും പറയും, കോളേജിലായാലും വേറെ ആയാലും, നീ വ്ളോഗ് എടുക്കുന്നോണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നേ. അല്ല, ചെയ്യും, തോന്നണം. പക്ഷെ തോന്നിയാ ഞാൻ എന്തും ചെയ്യും. അതാരും പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല. അതെനിക്ക് തോന്നിയാലേ ഞാൻ ചെയ്യത്തു. തോന്നുവാണെങ്കിൽ ഞാൻ എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അച്ഛൻ ഇല്ലാത്തൊരു മിസ്സിങ് ഞങ്ങൾ ഇവിടെ കാണുന്നു. അച്ഛൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ഈ പണി ചെയ്യേ വേണ്ട, ഞങ്ങൾക്കൊരു ഒന്നും ചെയ്യണ്ട. ഞങ്ങളുടെ അച്ഛൻ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ എല്ലാം ചെയ്തോളൂ. ഞങ്ങളുടെ അച്ഛൻ ഇല്ലാത്തതിന്റെ ഒരു മിസ്സിങ് ഞങ്ങൾ ഇവിടെ കാണുന്നു. കഴിഞ്ഞ തവണത്തെ ഓണത്തിന് ഞങ്ങളുടെ അച്ഛൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഓണത്തിന് ഒരു സീനുണ്ട്. ഞങ്ങളുടെ അച്ഛന് ഓണത്തിന് വന്നു കഴിഞ്ഞിട്ട് അച്ഛന് പോണമെന്നില്ല. അച്ഛൻ കുഴപ്പമില്ല, ലേറ്റ് ആയിട്ട് ഇറങ്ങിയാൽ മതി, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇവര് ഇറങ്ങി. അന്ന് ആ ടൈമിൽ എനിക്ക് എക്സാം ആയിരുന്നു തോന്നുന്നു. ആണോ? കഴിഞ്ഞ തവണ അച്ഛൻ വന്നോ? കഴിഞ്ഞ അച്ഛൻ ഇല്ല. കഴിഞ്ഞ വർഷമാണോ മിസ്സായത് ഇത് ഫ്ലൈറ്റ്? കഴിഞ്ഞ കഴിഞ്ഞതിന്റെ തവണ. അപ്പൊ ഞാൻ അന്ന് ആ ടൈമിൽ അച്ഛൻ വന്നിട്ട് അച്ഛന് പോണമെന്നേ ഇല്ല. അച്ഛൻ പറഞ്ഞ അപ്പൊ ഞാൻ കൊണ്ടുവിടാനില്ല, എനിക്കൊന്ന് സ്കൂളിൽ പോകണമായിരുന്നു. അത് ഞാൻ +2 ആയിരുന്നു. അപ്പൊ എനിക്ക് എക്സാം ഉള്ളതുകൊണ്ട് എനിക്ക് അച്ഛനെ ഡ്രോപ്പ് ചെയ്യാൻ പോകാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളുടെ അച്ഛൻ ശരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിക്കുകയൊക്കെ ചെയ്ത്. കുറച്ച് അച്ഛൻ സന്തോഷത്തോടെ വിളിച്ചു പറയുന്നു, ഓ എന്റെ ഫ്ലൈറ്റ് പോയിന്ന്. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ പോയി. അന്ന് ഞാൻ കൊണ്ടുവിടാൻ പോയായിരുന്നു കേട്ടോ. അതെ, ഈ പ്രാവശ്യം അച്ഛൻ ഇല്ലാത്തൊരു മിസ്സിങ് ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം എന്തോലെ അച്ഛൻ വരണമെന്നുള്ള എല്ലാരും ഈ പ്രാവശ്യം വരുന്നോണ്ടായിരിക്കും അച്ഛനെയും കൂടെ മിസ് ചെയ്യുന്നു. അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ പണിയൊന്നും ചെയ്യേ വേണ്ട, ഞങ്ങളുടെ അച്ഛൻ എല്ലാം ചെയ്തോളും. ഞങ്ങളുടെ അച്ഛൻ പിന്നെ എല്ലാത്തിനും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് ക്ലീൻ ചെയ്യാൻ. ഞങ്ങളുടെ അച്ഛൻ എല്ലാം അതുപോലെ ചെയ്തോളും. അതുപോലെ എല്ലാം നീറ്റ് ആയിരിക്കും, ഭയങ്കര പെർഫെക്റ്റ് ക്ലീൻ ആയിരിക്കും. എന്ത് ചെയ്താലും അച്ഛൻ അത് ഫുൾ ക്ലീൻ ആക്കാതെ തന്നെ ഞങ്ങളുടെ അച്ഛൻ പോകത്തില്ല കേട്ടോ. അതാണ് ഞങ്ങളുടെ അച്ഛനെ ഭയങ്കര, അമ്മയ്ക്കും ഭയങ്കര ഇതാ. എന്ന് വെച്ചാൽ അച്ഛൻ ഉണ്ടെങ്കിൽ അമ്മയ്ക്കും ടെൻഷൻ അടിക്കണ്ട, ഇത് ചെയ്യണോ അത് ചെയ്യണമെന്നൊന്നുമില്ല. ഞങ്ങളുടെ അച്ഛൻ എല്ലാം ചെയ്തോളൂ. കുക്കിങ് മാത്രം അമ്മയുള്ളൂ, ബാക്കി എല്ലാം വൃത്തിയാക്കലും അതൊക്കെ ചെയ്തോളൂ. ചിക്കൻ കറി വെക്കാനും അമ്മ പറഞ്ഞൊക്കെ ചെയ്തോളൂ. മീൻ വെട്ടാൻ ഹെൽപ്പ് ചെയ്യും, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. എനിക്ക് വയ്യ കറി വെക്കാൻ പറഞ്ഞ അച്ഛൻ വെക്കും. അതൊക്കെ ഭയങ്കര ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര. ഇവിടെ കുറെ ഫാൻസ് ഉണ്ട്, അത് പക്ഷെ വീഡിയോ കിട്ടിയില്ല. കുറെ അമ്മച്ചിമാരും ആന്റിമാരും ഒക്കെ വന്ന് ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു. അത് നാളെ എന്തോ ചെയ്യുവാന്നൊക്കെ ചോദിച്ചാൽ ഒരു ആന്റി ഉണ്ട്, അത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയി. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് കമ്പനി ആയതാ. ഇവിടെ ഒരു തവണ വൃത്തിയാക്കാനൊക്കെ വന്നിട്ടുണ്ട് ആന്റി. പക്ഷെ രസമാ. ആന്റി ഒന്നും കിട്ടാൻ ഇപ്രാവശ്യം ആരെ കിട്ടാനില്ല വൃത്തിയാക്കാൻ, ആരും ഇല്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ പണി. എന്ന് വെച്ചാൽ പിന്നെ ബംഗാളിയെ വെച്ചാണ് ഇവിടെ വീട്ടിലെ ജനലും അതും ഇതൊക്കെ. നാളെ വരും ഞങ്ങളുടെ ബയ്യ വാസുക്കനെ ബയ്യ പറയല്ലേ. അപ്പൊ നാളെ ഇനി ബയ്യ വരും വൃത്തിയാക്കാൻ. വേറെ ആരും കിട്ടാനില്ല, അതുകൊണ്ടാണ് ബയ്യനെ വിളിക്കുന്നത്. ഇതിൽ സോപ്പിട്ട് കഴിയുണ്ടായോ? പിന്നാണെങ്കിൽ ഞങ്ങളുടെ വല്ലിച്ചനും വരുന്നുണ്ട്. അപ്പൊ വല്ലിച്ചൻ വരുന്നുണ്ട്, അപ്പുറത്ത് ഫുള്ള് ക്ലീൻ അല്ലാതെ നടക്കുമല്ലേ. 2 മാസത്തോളമായി അവര് വന്നിട്ട്. 2 മാസത്തോളമായി വന്നിട്ട്. അപ്പൊ അവിടെയും ക്ലീൻ ചെയ്യാൻ ആളിനെ വേണം, പക്ഷെ ആളിനെ കിട്ടാനില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ബയ്യേനെ വിളിക്കാതെ പറഞ്ഞേക്കുന്നത്. എന്തൊരവസ്ഥയാന്ന് ആലോചിക്കണം. ആരും ഇല്ല ഇവിടെ ക്ലീൻ ആക്കാനൊന്നും. അതാണ് ഈ പ്രാവശ്യത്തെ പച്ചീർ. അപ്പൊ ഇനി നമ്മൾ ഇവിടുത്തെ എല്ലാം മണ്ണെല്ലാം തൂത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സോപ്പിട്ട് കഴുകാൻ പോയി. സ്പീഡ് കാണിക്കാതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതങ്ങനെ കണ്ടോണ്ടിരിക്കാൻ രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അയ്യോ
മറ്റേ സബ്വേ സബറിനകത്തെ തൂണൊക്കെ ഇട്ട് നമ്മള് ഇതൊക്കെ തൂണൊക്കെ കഴിയണം ഗൈസ്. എന്തിനാ തൂണൊക്കെ എഴുതുന്നത്? തൂണൊക്കെ കഴിയണം, തൂണൊക്കെ വൃത്തിയാണ്. എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ് ഗൈസ്. മഴ ആയതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് ക്ഷാമമില്ലല്ലോ, എന്നാലും കുടിവെള്ളമാണ്. നമ്മൾ ഇതിനകത്ത് സോപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. ഗൈസ് നമുക്ക് കഴുകാം. ശേഷം ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഗൈസ്. അപ്പത്തേക്ക് നന്ദു ആണെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. കാണിച്ചു തരാം. ക്ലീൻ ചെയ്യാൻ തുടങ്ങി ഗൈസ്. ഇവിടെ മണ്ണിക്ക് മൂടി ഉണ്ട്, ഇത്രയും കുഴിയുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ടാസ്ക്. ഇതെവിടുന്ന എടുത്തോണ്ട് വന്നേ? അപ്പുറത്ത് നമ്മുടെ പറമ്പ് കട്ടെടുത്തോണ്ട് വന്നു. ഇനിയിപ്പോ വേറെ കുറച്ച് കട്ടയും കൊടുക്കണം. വാ, ഇതാണ് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പാലം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വരാൻ അതുവഴി ഇറങ്ങി പോകാണ്ടത്തോടെ നമ്മൾ ഇവിടെ തന്നെ ബംഗാളിയെ കൊണ്ട് പാലാക്കി ഇടിയിപ്പിച്ചതാണ്. ആണോ? അല്ല, ബംഗാളി ഇട്ടേ പോമണ്ട. ഇന്നലെ ഇവിടേക്കാണ് നമ്മൾ കഴുകിച്ചത്. ഇതിന്റെ മണ്ണവശമൊക്കെ ഇത് ഇതുപോലെ അടക്കുവാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ബംഗാളിയെ കൊണ്ട് കഴുകിപ്പിച്ചത് ഇവിടേക്കാണ് ഗൈസ്. അയാൾ മണ്ടക്കേറി വെള്ളമൊക്കെ വെച്ച് കഴുകിയേ. അയ്യോ, ആര്യവൻ പോകുന്നത് നമുക്ക്. അയ്യോ, ഓടിയോ പോയോ. ആര്യവൻ കള്ള തൂക്കി പോയിരുന്നു. ഞാൻ ഓടുന്നോണ്ട് ഇത് ഷേക്ക് ആവും ഗൈസ്. എന്റെ വീഡിയോ മിക്കവാറും ഷേക്ക് ആയി കാരണം ഞാൻ ഓടിയാണ് വന്നത്. അപ്പൊ ഗൈസ് ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ച് പൂവൊക്കെ പിടിച്ച് നമുക്ക് തലയിൽ വെക്കാം. നന്ദു അവിടെ പണിയെടുക്കുന്നു, ഞാൻ പൂ വെച്ചോട്ടെ. അപ്പം ഞാൻ എന്റെ ഒരു സൈഡ് വൃത്തിയാക്കി. ഇത് ഒരു സൈഡ്, ഇനി ഇപ്പൊ അപ്പുറത്തെ സൈഡും കൊണ്ട് ഒരു സൈഡ് ഞാൻ എന്തായാലും ഒരു കുഴിയായി, ഇവിടെ ഭയങ്കര വലിയ കുഴിയായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ നമ്മുടെ ഫ്രണ്ട് വശത്തെ ലുക്ക നല്ല ഭംഗിയില്ലേ. ഇവിടെ വെള്ളം കയറുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതിപ്പോ വെള്ളം പറ്റി കണ്ടോ. അങ്ങനെ വീട് ഫ്രണ്ടെല്ലാം വൃത്തിയാക്കി അവിടെ എല്ലാം കട്ടയിട്ടാ മീൻസ് ഇടുന്നേ ഉള്ളൂ. സന്ധ്യ ആകുന്നതുകൊണ്ട് ലൈറ്റ് പോകുന്നതുകൊണ്ട് ഞങ്ങൾ വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. പിന്നെ എന്തുവാ, ഇവിടെ മാത്രമേ വൃത്തിയാക്കുള്ളൂ. അടുക്കളയും വൃത്തിയാക്കി. ഇനി പിന്നെ ബാക്കി എല്ലാ സ്ഥലവും വൃത്തിയാക്കണം. അത് പോകെ പോകെ ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.